കേരളത്തിലെ ജൻസികളുടെ പൂക്കി വിളിയുടെ ടോൺ മാറിയിട്ടുണ്ട്. ആദ്യം അതൊന്ന് കേട്ടെ. കേട്ടല്ലോ, പോടാ പൂക്കി മോനെ എന്നുള്ള വാഴ 2-ന്റെ ആ വിളി ഇപ്പോ ട്രെൻഡിങ് ആണ്. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ പൂക്കിയുടെ ഓൾട്രേഷൻ തേപ്പ് കിട്ടിയതിന് പിന്നാലെ ഇപ്പോ ഫുട്ബോൾ കാലമാണല്ലോ. ജൻസികൾ പൊതുവെ രാഷ്ട്രീയത്തിൽ അങ്ങനെ നോക്കാറില്ല, പക്ഷെ അവർക്ക് ഫുട്ബോൾ ഒരു വികാരമാണ്. പുലർച്ചെ പ്രധാനപ്പെട്ട കളികൾ വരുന്ന സന്ദർഭത്തിൽ അവർ പൂക്കി വിസ്മയം അനുഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഒന്ന് കേട്ടെ. വോട്ട് കുത്തുമ്പോൾ നോക്കി കുത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഇതാണ് വോട്ട് ചെയ്യുമ്പോ മര്യാദ കുത്തിയില്ലല്ലോ പ്രശ്നം. നോക്കി കുത്തിയില്ലെങ്കിൽ കറണ്ട് പോയില്ല. 2022 പാട്ടിൽ കറണ്ട് പോയില്ല. അലാറം വെച്ച് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ കളി സ്ക്രീനും വാടകയ്ക്കെടുത്ത്, എങ്ങനെ പോക്കറ്റിൽ നിന്ന് പൈസ ചെലവാക്കി വാടകയ്ക്കെടുത്ത് വെച്ച് അത് കാണാൻ വേണ്ടി അവർ കൂട്ടത്തോടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പൂക്കിയുടെ ഇന്ദിരാക്കട്ടിന്റെ സമയം. രാത്രി ആൾക്കാർ ഉറങ്ങുമ്പോൾ നമ്മൾ ഈ നികുതിയൊക്കെ വെട്ടിക്കേണ്ടത് എങ്ങനെയാണ്? ജനങ്ങളെ അവരറിയാതെ നമ്മൾ ഊറ്റണം. അങ്ങനെയാണ് രാത്രി കാലങ്ങളിൽ അവർ ഉറങ്ങുമ്പോൾ KSEB-ക്കാരെ കൊണ്ട് ഊറ്റിക്കാമെന്ന് കരുതിയത്. പക്ഷേ ഫുട്ബോൾ വന്നപ്പോൾ നിർഭാഗ്യവശാൽ പണി പാളിയതാണ്. പിള്ളേർക്ക് പിന്നെ എന്ത് പൂക്കി? ഇന്നലകളിൽ ഓൾട്രേഷൻ ചെയ്തോ? ജൻസികളുടെ ഒപ്പം ഉണ്ടെന്നൊക്കെയുള്ള ചുണ്ട് കടിച്ച് കാണിക്കലൊക്കെ കാണിച്ചതിന് ശേഷം ഈ തോന്നിവാസം കാട്ടി തുടങ്ങിയപ്പോഴാണ് പൂക്കി വിളിയുടെ ടോൺ 1 മാസം കൊണ്ട് തന്നെ മാറിയത്. ഇപ്പൊ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഈ പൂക്കി വിളിയാണ്. എന്താ വിസ്മയം! ഒറ്റ മാസം കൊണ്ട് പൂക്കിയായി ഇപ്പോ പൂക്കി മോനെ എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതിന് ആരെ കൊണ്ടേ കഴിയുള്ളൂ? അതിന് നമുക്ക് വിസ്മയം വേണോ, വാക്കു വേണോ എന്ന് ചോദിക്കുന്ന വ്യക്തിക്കേ കഴിയുള്ളൂ. നാക്കുകൊണ്ട് വാക്കടിച്ച് നാട്ടുകാരെ തേക്കുന്ന പരിപാടിക്ക് ഇപ്പോ പൂക്കിയായി പൂക്കി മോനെയായി ഇനി എന്തൊക്കെ ആവാൻ കിടക്കുന്നു. 1 മാസം കൊണ്ട് കേരളത്തിലെ ജൻസികൾ ആകപ്പാടെ വറീഡാണ്, അവർ സാഡാണ്, അവർ കയറി പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പൂക്കി മോനെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നാട്ടുകാർക്ക് തന്നെ അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്.